അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. സോ 4 തരമാണുള്ളത്. ഒന്ന് എഫ് എക്സ് എക്സ്, എഫ് വൈ വൈ, എഫ് എക്സ് വൈ, എഫ് വൈ എക്സ്. അതായത് പറയുന്നത് ഫസ്റ്റ് എക്സ് ആയിട്ട് തന്നെ 2 പ്രാവശ്യം, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് 2 പ്രാവശ്യം പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ രണ്ടാമത്തെ പറയുന്നത് 2 പ്രാവശ്യം വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മൂന്നാമത്തെ പറയുന്നത് ഫസ്റ്റ് എക്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് ഓർഡറിൽ നമ്മൾ വൈ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇത് പറയുന്നത് ഫസ്റ്റ് വൈ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വൈ, ആൻഡ് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഓർഡറിൽ എക്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ അതാണ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ടൈപ്സ്. ഇനി നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. ഈ 4 എണ്ണവും കണ്ടുപിടിക്കുന്ന ഒരു എക്സാമ്പിൾ പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു എക്സ് 2 പ്രാവശ്യം സോൾവ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഓക്കെ, നമുക്ക് എഫ് എക്സ് ഓക്കെ, ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. സോ റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈ ആയിട്ട് എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യണം ആ ഒരു വൈന്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് വേരിയബിൾസിനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പ്ലസ് 20x³ റൈസ് ടു 4th പവർ ടൈംസ് y to the 5th. y to the 5th എന്തിനാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. നമുക്ക് ഇതായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രശസ്തി ഇല്ല. സോ നമുക്ക് ഇതന്നെയായിട്ട് ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതന്നെയായിട്ട് തുടങ്ങാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ദ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു 0. പക്ഷേ ഇത് വേറൊരു വേരിയബിളായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇതിൽ തന്നെ എടുത്തു കൊടുക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടും 6x പ്ലസ് 20 ടൈംസ് 4 നമുക്ക് തരാം 18x³ y to the 5th പവർ. സോ ഇതാണ് അതിൻ്റെ ആൻസർ. നമ്മൾ ഫസ്റ്റ് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് സെക്കൻഡ് ഇത് കണ്ടുപിടിക്കാം, അതായത് എഫ് വൈ ഓക്കെ. സോ എഫ് വൈ ഈസ് ഈക്വൽ ടു, ഇത് നമ്മൾ എന്ത് ചെയ്യണം, 0 ആയിരിക്കും. x³ വേറെ ഒന്നിനുമായിട്ട് അറ്റാച്ച്ഡ് അല്ല, നമ്മൾ റെസ്പെക്ട് ടു വൈ ആണ് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ x³ ഒന്നുമായിട്ട് അറ്റാച്ച്ഡ് അല്ല, വേറൊരു വേരിയബിളായിട്ട് അറ്റാച്ച്ഡ് അല്ല, അത് കംപ്ലീറ്റ്ലി ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് 0 ആണത്. പ്ലസ് 4xy നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ 5y to the 4th പവർ. നമുക്ക് എന്ത് ചെയ്യാം, ഇത് 2 മൾട്ടിപ്പിൾ ചെയ്യാം, നമുക്ക് കിട്ടും 20x⁵ പവർ y⁴ പവർ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. എഫ് വൈ is equal to, with respect to x, is going to be 20x⁵ പവർ ടൈംസ് 4y to the 3rd പവർ. നമുക്ക് ചെയ്യാം, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 20x⁵ പവർ, ഇത് രണ്ടും കൂടെ അതായത് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 20 ടൈംസ് 4 എന്ന് പറയുമ്പോൾ 18x⁵ പവർ y⁵ പവർ. സോ ഇതാണ് എഫ് വൈ. ഇനി നമുക്ക് എഫ് എക്സ് വൈ കണ്ടുപിടിക്കാം. എഫ് എക്സ് വൈ എന്ന് കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വൈ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം സെക്കൻഡ് ഓർഡർ ആയിട്ട്. സോ നമുക്ക് എഫ് എക്സ് ഇതാണ് നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ. ഇനി നമുക്ക് എഫ് എക്സ് വൈ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എക്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ എഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x² പ്ലസ് 20x⁴ പവർ y⁵ പവർ. ഇനി നമുക്ക് എഫ് ഓഫ് എക്സ് ഓഫ് വൈ കണ്ടുപിടിക്കാം. ഇതിൻ്റെ വിത്ത് റെസ്പെക്ട് ടു വൈ നമുക്ക് 0 ആയിരിക്കും. ഇത് പ്ലസ് 20x⁴ 5y⁴ പവർ. നമുക്ക് കമ്പൈൻ ചെയ്യാം, ഇതും മൾട്ടിപ്പിൾ ചെയ്യാം. 20 × 5 എന്ന് പറയുന്നത് 100. ഓക്കെ, 100 100x⁴ പവർ y⁴ പവർ. സോ ദിസ് ഇസ് ഇറ്റ് ഗൈസ്. ഇതാണ് അതിൻ്റെ എഫ് എക്സ് വൈ എന്നുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, എഫ് വൈ എക്സ് കണ്ടുപിടിക്കാം. സോ എഫ് വൈ എന്ന് പറയുന്നത് ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് 0 പ്ലസ് 4xy 5y to the 4th പവർ. ഓക്കെ, ഇനി നമുക്ക് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് കിട്ടും 20x⁵ പവർ y⁴ പവർ. നമുക്കിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് വൈ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് വൈ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും 20x⁵ പവർ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4y
ആക്ച്വലി നമ്മൾ എക്സ് ആയിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണത്. സോറി ഗൈസ്, മൈ ബാഡ്. 100 കിട്ടല്ലേ? 100 എക്സ് റൈസ് ടു 5th പവർ, എക്സ് റൈസ് ടു 4th പവർ, വൈ റൈസ് ടു 4th പവർ. സോ ദിസ് ഈസ് ഇറ്റ് ഗൈസ്, ദിസ് ഈസ് ഇറ്റ്. സോ ഇനി നമ്മൾ കാൽക്കുലസ് 3 ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. സോ ബൈ ഗൈസ്. സോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ ആയിട്ട് വരാം. സോ ബൈ.